ധനുഷിനെതിരായ തുറന്ന കത്ത് പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലെന്ന് നടി നയൻതാര. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ സത്യം ബോധിപ്പിക്കാൻ എഴുതിയ കത്താണ്. താൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറയാൻ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ധനുഷിനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് മാനേജർ അറിയിച്ചതെന്നും നയൻതാര പ്രതികരിച്ചു. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നയൻതാര കത്തിനെപ്പറ്റി വിശദീകരിച്ചത്. പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളുടെ പ്രതിച്ഛായയ്ക്ക് കരിവാരി തേക്കുന്ന ആളല്ല ഞാൻ. ഞങ്ങളെ പിന്തുണച്ച പലരും ധനുഷിന്റെ ആരാധകരുമായിരുന്നു. ഞങ്ങളുടെ ഡോക്യുമെന്ററിക്കുള്ള PR ആയിരുന്നു ഞങ്ങളുടെ കുറിപ്പെന്ന് പലരും ആരോപിച്ചു. പക്ഷേ അതല്ല ശരി. അതൊരിക്കലും ഞങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടില്ല. ഇതൊരു സിനിമയല്ലല്ലോ, ഡോക്യുമെന്ററി അല്ലേ. ഹിറ്റോ ഫ്ലോപ്പോ ആവുന്ന ഒന്നല്ലല്ലോ അത്. നയൻതാര ചോദിക്കുന്നു. വിഘ്നേഷ് എഴുതിയ 4 വരികൾ ഞങ്ങൾക്ക് ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ജീവിതത്തിന്റെ സാരാംശമായിരുന്നു അത്. ധനുഷ് ഒരു നല്ല സുഹൃത്തായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ കാര്യങ്ങൾ എങ്ങനെ മാറിയെന്നറിയില്ല. ഞങ്ങൾ 2 പേർക്കും അവരവരുടേതായ കാരണങ്ങളുണ്ടാവും. അവസാനം ധനുഷിന്റെ മാനേജരെ ഞാൻ വിളിച്ചു. ആ 4 വരികൾ ഉപയോഗിക്കാൻ NOC തന്നില്ലെങ്കിലും വേണ്ട, ധനുഷുമായി ഒന്ന് കോൾ കണക്ട് ചെയ്യാനാണ് ഞാൻ മാനേജറോട് ആവശ്യപ്പെട്ടത്. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഞങ്ങളോട് എന്താണ് ഇത്ര ദേഷ്യമെന്നും ആശയക്കുഴപ്പമാണെങ്കിൽ പരിഹരിക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫോൺ കോൾ യാഥാർത്ഥ്യമായില്ല. അപ്പോഴും എനിക്ക് ദേഷ്യമുണ്ടായിരുന്നില്ല. ഡോക്യുമെന്ററിക്ക് വേണ്ടി വിഘ്നേഷ് പുതിയൊരു ഗാനം എഴുതി. ഞങ്ങളുടെ ഫോണിൽ ചിത്രീകരിച്ച BTS ആണ് അവസാനം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചത്. അത്തരം ഫൂട്ടേജുകൾ കരാറിൻ്റെ ഭാഗമായത് ഇപ്പോഴാണ്. 10 വർഷം മുൻപ് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് തികച്ചും അനീതിയെന്ന് തോന്നിയ ഒരു കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു, നയൻതാര വിശദീകരിച്ചു. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് താരങ്ങളായ ധനുഷും നയൻതാരയും തമ്മിലുള്ള വിവാദം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. വിഷയത്തിൽ ഇരുകൂട്ടരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ആരാധകർ രംഗത്തെത്തിയിരുന്നു. നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയുടെ ഭാഗമായുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടാണിതെന്ന വിമർശനത്തിലാണ് നയൻതാരയുടെ പ്രതികരണം.